ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ മോഡേൺ ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന പല ആളുകളും നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഉറക്കമില്ലായ്മ. 80% ആളുകളും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഇൻസോമാനിയ. ഇന്ന് ഈ വീഡിയോ കാണുന്ന നമ്മളിൽ പലരും ഇങ്ങനൊരു പ്രശ്നത്തെ ഫേസ് ചെയ്യുന്നവരായിരിക്കും. നല്ലൊരു ഉറക്കം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഹെൽത്തിന്റെ തന്നെ ഒരു ഭാഗമാണ്. പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടാതെ വരികയാണെങ്കിൽ അത് പല മെന്റൽ പ്രശ്നങ്ങളും ഉണ്ടാകാൻ കാരണമാകും. ജോലിയുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രെസ്, അതുപോലെ വർക്ക് ലോഡ്, അതുപോലെ അമിതമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഉപയോഗം, ഫോൺ ഉപയോഗം, ഇതൊക്കെയും ഉറക്കമില്ലായ്മയ്ക്ക് ഒരു കാരണമാണ്. ഇൻസോമാനിയ ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എങ്ങനെ സുഖമായി കിടന്നുറങ്ങാം, അതിനുവേണ്ടി ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഉറക്കമില്ലാത്ത നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ കൂടെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഉറക്കം കിട്ടാത്ത വ്യക്തികൾക്ക് ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് പരീക്ഷിക്കാവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ടു മുമ്പ് നിങ്ങളൊന്ന് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. ആദ്യം നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന ശേഷം നിങ്ങളുടെ ബോഡി മസിൽസ് കംപ്ലീറ്റ്ലി ലൂസാക്കുക. അതിനുശേഷം കഴിയുന്നത്രയും മൂക്കിക്കൂടി ശ്വാസം അകത്തേക്ക് വലിച്ചെടുക്കുക. ഇത് ഒരു 5 സെക്കൻഡ് പിടിച്ചു നിർത്തിയ ശേഷം വായ്ക്കൂടി ഈ ശ്വാസം പുറത്തേക്ക് കളയുക. ഇത് ഒരു 10-15 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ശേഷം ഇനിയും കിടന്നൊന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. സ്ട്രെസ് ഹോർമോൺസ് കുറച്ച് നമ്മുടെ ബോഡിയും മൈൻഡും കാമാക്കാൻ ഈ ഒരു എക്സസൈസ് സഹായിക്കും. ഇതിലൂടെ നല്ല ഉറക്കം വരാനുമുള്ള ചാൻസും കൂടും. ഇനിയും രാത്രി കുളിക്കുന്ന ശീലമില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ അതൊന്ന് പരീക്ഷിക്കാം. കുളിക്കുന്നതിന് മുമ്പായിട്ട് അതുമല്ലെങ്കിൽ ഉറങ്ങുന്നതിന് 1 മണിക്കൂറൊക്കെ മുമ്പ് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക. ഉദാഹരണത്തിന് പുഷപ്പോ പുള്ളപ്പോ എന്തെങ്കിലും. ഈ എക്സസൈസും ഒരു 10 തവണ 15 തവണ ചെയ്തതിന് ശേഷം റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് പോയി കുളിക്കുക. അതിനുശേഷം ഉറങ്ങാൻ കിടക്കുക. ഇനി അടുത്തത്, നിങ്ങൾ ഉറങ്ങുന്നതിന് ഒരു 30 മിനിറ്റ് മുമ്പെങ്കിലും നിങ്ങളുടെ ഫോണും അതുപോലെ ലാപ്ടോപ്പും ഒക്കെ പരമാവധി ഒഴിവാക്കുക. രാത്രിയിലുള്ള ഈ ഗാഡ്ജറ്റുകളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. ഇനിയും ഫോൺ ഉപയോഗിച്ച് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ഉറങ്ങാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കഥകൾ സെർച്ച് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു കഥ പറയുന്ന വീഡിയോ എടുത്ത ശേഷം അത് കാണാതെ ജസ്റ്റ് കേൾക്കുക. ഇയർഫോൺ വെച്ചുകൊണ്ടോ അതുമല്ലെങ്കിൽ ഫോണിൻ്റെ വോളിയം കൂട്ടിക്കൊണ്ടോ നിങ്ങൾക്ക് കഥ കേട്ടോണ്ട് കിടക്കാം. ഒരിക്കലും ഫോൺ നോക്കാൻ പാടില്ല. ഇത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതി ഏതാണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇവിടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.